ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ ഒറിജിനൽ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മഹേഷ് പറയുന്നുണ്ട്, ഇഷിത അമ്മ അച്ഛാ നിങ്ങൾ കഴിച്ചിട്ട് വന്നാൽ മതി, ഞാൻ നിലത്തുണ്ടാകും. ഇഷിത നമുക്ക് നേരത്തെ തന്നെ വക്കീലിനെ കാണാൻ പോകണം, അതുകൊണ്ട് വരണമെന്ന് പറയാണ്. ശരിയെന്ന് പറഞ്ഞിട്ട് ഇഷിത കഴിക്കുവാണ്. മഹേഷ് പുറത്തേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് എല്ലാവരും കഴിച്ചുമ്പോഴേക്കും നമ്മുടെ കൈലാസിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇഷിത ചേട്ടാ കഴിച്ചില്ലെങ്കിൽ ഞാൻ പാത്രം എടുക്കാൻ പറയുമ്പോൾ വേണ്ട ഇഷിത ഞാൻ കഴുകി വെച്ചോളാം എന്ന് കൈലാസ് പറയാണ്. വേണ്ടെന്നേ ഞാൻ എടുത്തോളാം എന്ന് പറയണം. വേണ്ട ഇഷിത എന്ന് പറയുമ്പോൾ ഞാൻ എടുത്തോളാം ചേട്ടാ, ചേട്ടനെൻ്റെ ചേട്ടനല്ലേ എന്ന് പറഞ്ഞിട്ട് ആ പാത്രമൊക്കെ എടുത്ത് കഴുകാൻ വന്നു. ഈ കൊച്ചിൻ്റെ ഒരു കാര്യം, പാത്രം തേച്ച് കഴുകിക്കൊന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് കൈലാസ് അവിടെ നിന്ന് പോവാട്ടോ. കൈലാസിൻ്റെ കയ്യിലെടുത്തു അവൾ എന്നൊക്കെ മഞ്ജിമ പറയുന്നുണ്ട്. ശേഷം ഇഷിതയും മഹേഷും കൂടി കാറിൽ അങ്ങനെ യാത്ര തുടങ്ങുവാട്ടോ. മഹേഷ് പറയുന്നുണ്ട്, തൻ്റെ വണ്ടി എടുത്ത് വന്നാൽ മതിയായിരുന്നു, പിന്നെ നല്ലൊരു കാര്യത്തിന് പോകണല്ലേ, കറക്റ്റ് സമയത്ത് എത്തണമല്ലോ. തക്കിട വണ്ടി അവിടെ മുട്ടിയും തട്ടിയും എത്തുമ്പോഴേക്കും ഒരു സമയവും, അതുകൊണ്ട് എടുക്കേണ്ടത് പറഞ്ഞത്. അതേ ബാത്റൂം സിയോ അധികമൊന്നും പറയണ്ട, ഞാൻ തന്ന പ്രിസ്ക്രിപ്ഷനിലെ മരുന്ന് കഴിച്ചപ്പോഴേക്കും അസുഖം കുറഞ്ഞു, അതിൻ്റെ നാക്കാണല്ലേ കാണിക്കണത്. എങ്ങനെയുണ്ട് ഇപ്പോൾ? കുഴപ്പമൊന്നുമില്ലടോ എന്ന് പറയണം. അല്ല താൻ എത്ര നാളെ ലീവ് എടുക്കുന്നത് എന്ന് ഇഷിതെടുത്തേക്കും ഇഷിത പറയണ്ടേ, ലീവൊന്നുമില്ല, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, ചിലപ്പോൾ നാളെ പോകേണ്ടി വരും എനിക്ക്. പിന്നെ അത് മാത്രമല്ലല്ലോ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്നെ സെല്ലിൽ നിന്ന് അതിവിദഗ്ധമായിട്ട് സ്ലോ മോഷനിൽ ഒരു ഹീറോനെ പോലെ കൊണ്ടുവന്നതല്ലേ. സത്യം പറ മഹേഷ്, അതിൻ്റെ പിന്നിലുള്ള ട്വിസ്റ്റ് എന്താണ്? അതെ എനിക്കറിയണമെന്ന് ആഗ്രഹമുണ്ട്, നമ്മുടെ പ്രേക്ഷകർക്കും അറിയണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. എന്താ മഹേഷ് അതിനുള്ള ട്വിസ്റ്റ് എന്ന് ചോദിക്കുകയാണ്. മഹേഷ് പറഞ്ഞു, തനിക്കും പ്രേക്ഷകർക്കും വേണ്ടിയിട്ടല്ലേ ഞാൻ ആ ട്വിസ്റ്റ് പറയാം എന്ന് പറയാണ്. അങ്ങനെ മഹേഷ് പറയുന്നുണ്ട്, അന്ന് തന്നെ ആരാ അറസ്റ്റ് ചെയ്യിപ്പിച്ചത്? അൻസാരി, അയാൾ ആരോഗ്യമന്ത്രി, അതിനേക്കാളും മേളിലാരാ എന്നാണ് ഞാൻ അന്വേഷിച്ചത്. അതിന് മേളിലുള്ളത് എൻ്റെ ഒരു സുഹൃത്താടോ ശശികുമാർ. അപ്പോൾ അയാളെ പോയി ഞാൻ കണ്ടു. അപ്പോൾ അങ്ങനെ കാണിക്കുകയാണ് ശശിചന്ദ്രനാട്ടോ. അപ്പോൾ ശശീനെ പോയി കാണുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ മഹേഷ് പുറത്ത് നിൽക്കുന്ന സെക്യൂരിറ്റി പറയണ്ടേ, എനിക്കൊന്ന് കാണണമായിരുന്നു ശശീന, എൻ്റെ ക്ലാസ്മേറ്റാന്ന് പറയുമ്പോൾ ഞങ്ങളൊന്ന് വിളിച്ച് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് നോക്കുവാണ്. കടത്തി വിടാൻ വേണ്ടി ശശി പറയുന്നുണ്ട്. അങ്ങനെ മഹേഷ് അകത്തേക്ക് പോകണോ? എടോ മഹേഷ് തന്നെ കണ്ടിട്ട് എത്ര നാളായിടോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഫാമിലി ഞാൻ ഡിവോഴ്സായി, മോളുണ്ട്. ഞാൻ അറിഞ്ഞില്ലടോ, രണ്ടാമത് വിവാഹം കഴിക്കാൻ പോവാം, മറ്റന്നാളെ വിവാഹം. എന്നിട്ട് താൻ വിവാഹത്തിന് ചെയ്യില്ലല്ലോ, നീ ഭയങ്കര തിരക്കല്ലേ, അതുകൊണ്ടാണ്. പിന്നെ പഴയ പൊസിഷനിലൊന്നല്ലല്ലോ ഇപ്പോൾ, അതുകൊണ്ടാണ്. എനിക്കിപ്പോൾ തൻ്റെ ഒരു സഹായം വേണം. എന്താ മഹേഷ് താൻ പറഞ്ഞോ എന്ന് പറയാണ്. അത് എൻ്റെ വൈഫാവാൻ പോകുന്നത് ഡോക്ടർ ഇഷിതയാണ്. മനസ്സിലായി, ഡോക്ടർ ഇഷിത കേസ്, അതെ അവൾ ജയിലിലാണ്. മനസ്സിലായി, പെടുത്തിയതാണല്ലേ. അവളെ എനിക്കൊന്ന് വിട്ട് കിട്ടണമായിരുന്നു എന്ന് പറയണം. അയ്യോ മഹേഷ് സോറി, ഇതിലെനിക്ക് ഇടപെടാൻ പറ്റില്ല. മന്ത്രി മാത്രമല്ല പല കാര്യങ്ങളും പിടിപാടുള്ള ആളാണ്. നാളെ ഒരു സമയത്ത് എനിക്ക് പ്രശ്നവും. പ്ലീസ് ഞാൻ നിന്നോട് വേറൊരു സഹായം ചോദിക്കുന്നില്ല, നാളെ ഒരു ദിവസത്തേക്ക് എനിക്ക് അയാളെ വിട്ട് കിട്ടിയേ പറ്റൂ. ശരി എന്നൊരു കാര്യം ചെയ്യാം മഹേഷ്, ഞാൻ കല്യാണം കഴിയണവരെ അറസ്റ്റ് ബ്ലോക്ക് ചെയ്യിപ്പിക്കാം, അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ പിന്നെ എനിക്കൊന്നും അറിയില്ല കേട്ടോ. ശരി താങ്ക് യു സോ മച്ച്, അത് മാത്രം മതി, ഈ കല്യാണം അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാണ്. ശരി ഞാൻ വിളിച്ചു പറഞ്ഞോളാം, താൻ പോയി കൂട്ടിക്കൊണ്ട് പോയിക്കോ എന്ന് പറയാണ്. സമയം കിട്ടുമെങ്കിൽ കല്യാണത്തിനൊന്ന് വരണം കേട്ടോ, തീർച്ചയായിട്ടും മഹേഷ് എന്ന് കൂട്ടുകാരനും പറയുന്നുണ്ട്. അങ്ങനെ ആ സസ്പെൻസ് ഇഷിതെടുത്ത് പറയാട്. അപ്പോൾ ഇതായിരുന്നു സസ്പെൻസ്, സൂപ്പർ സിനിമ പോലെയുണ്ട്. ഇനി വേറൊരു സസ്പെൻസും ത്രില്ലും കൂടി എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. അന്ന് കല്യാണത്തിന് കുറച്ച് ഗുണ്ടകൾ വന്ന് എന്നെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വേറെ ഗുണ്ടകൾ വന്ന് എന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നിലുള്ള രഹസ്യം എന്താണ്? ആരാ എന്നെ തട്ടിക്കൊണ്ട് പോയത്, ആരാ എന്നെ രക്ഷപ്പെടുത്തിയത് എന്ന് ചോദിക്കുകയാണ്. സോറി ഇഷിത, അതിനെക്കുറിച്ച് മാത്രം എനിക്കൊന്നും അറിയില്ല, അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുക ഞാൻ. അതിന് പിന്നിൽ ആരാന്ന് അറിയാൻ എനിക്കും ആഗ്രഹമുണ്ട്, അതെന്തായാലും ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കും. ശരി എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചു പോവാണ്. അതേ സമയത്ത് ആകാശും അതുപോലെ തന്നെ നമ്മുടെ രജനിയും ചിപ്പിയും കൂടിയിട്ട് കോടതിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ചിപ്പിയുടെ അടുത്ത് പറയുന്നുണ്ട്, ആകാശം മോളെ നമുക്കൊന്ന് ജഡ്ജിയുടെ റൂം വരെ ഒന്ന് പോകണം. അതെന്തിനാണ് പോകുന്നത്? പഠിക്കുന്ന പിള്ളേരൊക്കെ അവിടെ പോകണം, നല്ലതാണെന്ന് പറയാണ്. ഇഷിതയും മഹേഷും വരുന്നുണ്ട്. ഞാൻ അന്ന് അവരെ കണ്ടിട്ട് വരാം, ഇഷിതടുത്ത് എനിക്കൊന്ന് സംസാരിക്കണമെന്ന് രചന പറയാണ്. ശരി താൻ പോയി സംസാരിച്ചു, ഞാൻ ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് ജഡ്ജി എടുത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആകാശ് ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് പോകുന്നതാണ് കാണിക്കുന്നത്. ശേഷം രചന ഇഷിതടുത്ത് പറയുന്നുണ്ട്, എനിക്ക് മഹേഷിനെ ഇഷിത കല്യാണം കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, മഹേഷ് ഇപ്പോൾ ആരെ കല്യാണം കഴിച്ചാലും എനിക്ക് കുഴപ്പമില്ല, അതുകൊണ്ടാണല്ലോ ഞാൻ ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് കല്യാണത്തിനൊക്കെ വന്നത്. പിന്നെ ചിപ്പി അവളുടെ വിധി പറയാ എന്ന്, എനിക്ക് വേണ്ടി നിൽക്കില്ലേ ഇഷിത എന്ന് പറയുമ്പോൾ സോറി ഞാൻ നിൽക്കില്ല. അതെന്താ അങ്ങനെ പറയണ നീ എന്ന് ചോദിക്കുമ്പോഴേക്കും അതോ ചിപ്പിക്ക് വേണ്ടിയാണ് ഞാൻ ഈ കല്യാണം കഴിച്ചത്, ചിപ്പിനെ എനിക്ക് വേണമെന്ന് പറയുമ്പോൾ അത് കൊള്ളാലോ, ചിപ്പി ഞാൻ പ്രസവിച്ച മോള, അതിനെ നിനക്ക് തരാൻ പറ്റുമെന്നില്ല. സോറി രചന, എനിക്ക് ചിപ്പിനെ വേണം, അതിനു വേണ്ടി മാത്രം ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചു. ചിപ്പിനെ ഞാൻ തിരിച്ചല്ല. അതെ നിൻ്റെ സ്വഭാവം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, നിനക്ക് പ്രസവിക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് മറ്റുള്ളവരെ കുഞ്ഞ് ആഗ്രഹിക്കുന്ന സ്വഭാവം അത്ര നല്ലതല്ലടി. അതെ മൈൻഡ് യുവർ വേർഡ്സ് നിഷ്ഠ പറയുമ്പോഴേക്കും അതന്നെ എനിക്ക് നിന്നോടും പറയാനുള്ളതെന്ന് പറയാം, കാണിച്ചു തരാം നിന്നെ എന്ന് പറഞ്ഞിട്ട് രചന അവിടെ നിന്ന് പോകുന്നുണ്ട്. ശേഷം
ആകാശിനോട് പറയുന്നുണ്ട്, അതെ എനിക്ക് ഇവിടുത്തെ പേടിയാവുന്നുണ്ട്, ഇഷിതയുടെ കൂടെ എങ്ങാനും ചിപ്പി പോകുമോ, അങ്ങനെയാണെങ്കിൽ തോറ്റ് തുന്നം പാടി തന്നെ, താൻ പേടിക്കാതെടോ നമുക്ക് നോക്കാം എന്ന് പറയണം. അങ്ങനെ കോടതി കൂടുമ്പോഴേക്കും എല്ലാവരും അവിടെ നിൽക്കും കേട്ടോ, ജഡ്ജി ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ജഡ്ജി പറയുന്നുണ്ട്, അപ്പോൾ രചന മഹേഷും മഹേഷ് ചന്ദ്രനും വരാൻ വേണ്ടി പറയാണ്. മഹേഷ് പറയുന്നുണ്ട്, സോറി യുവർ ഓണർ, ഇപ്പോൾ രചന മഹേഷ് അല്ല, വെറും രചനയാണ്, ഞങ്ങൾ ഡിവോഴ്സ് ആയിരുന്നു എന്ന് പറയുമ്പോൾ, ഓ സോറി അതറിഞ്ഞില്ലായിരുന്നു. പിന്നെ ഈ ഡോക്ടർ ഇഷിത വന്നിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ മഹേഷ് പറയുന്നുണ്ട്, ഡോക്ടർ ഇപ്പോൾ ഇഷിത മഹേഷാണ്. കല്യാണം കഴിഞ്ഞായിരുന്നു എന്ന് പറയാണ്. ശരി, എന്നാൽ ഋതു എന്ന് പറഞ്ഞിട്ടുള്ള ചിപ്പിമോൾ വന്നിട്ടുണ്ടെന്ന് രചന പറയാണ്. എങ്കിൽ ആ കുട്ടിയുടെയാണ് ആദ്യം ചോദിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ചിപ്പിനെ വിളിക്കുക കേട്ടോ. അങ്ങനെ ചിപ്പി എടുത്ത് പറയുന്നുണ്ട്, മോൾക്ക് അമ്മയുടെ കൂടെയാണോ അച്ഛൻ്റെ കൂടെയാണോ പോകേണ്ടത് എന്ന് ചോദിക്കുമ്പോഴേക്കും ചിപ്പി ഒരു സമയത്ത് ഇഷിതേനെ മഹേഷിനെ നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ രചനേനെ ആകാശിനെ നോക്കുന്നുണ്ട്. ശേഷം ചിപ്പി പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ അമ്മയുടെ കൂടെ പോയാൽ മതി എന്ന് പറയുമ്പോൾ ഇഷിത ഭയങ്കര സന്തോഷമാവാണ്. അപ്പോഴേക്കും ചിപ്പി മാറ്റി പറയുന്നുണ്ട്, എൻ്റെ രചന അമ്മയുടെ കൂടെ പോയാൽ മതി എന്ന്. അത് കേൾക്കുമ്പോഴേക്കും എല്ലാവരും ഷോക്ക് ആവാട്ടോ, രചനക്കാണെങ്കിൽ സന്തോഷമാവാന്ന്. ആ ഒരു സമയത്ത് ജഡ്ജി പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാം, അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഈ കേസിൻ്റെ വിധി പറയുന്നതായിരിക്കും എന്ന് പറയട്ടെ കോടതി പിൻവലിക്കുകയാണ്. ആ സമയത്ത് എല്ലാവരും പുറത്ത് നിൽക്കുന്ന സമയത്ത് ആകാശ് പറയുന്നുണ്ട് മഹേഷിൻ്റെ അടുത്ത്, അതെ നീ ഈ വിവാഹം കഴിച്ചത് ചിപ്പീനെ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ, ഇപ്പം എന്തായി വിവാഹം വെറുതെ ആയിപ്പോയല്ലേ, നിൻ്റെ ആദ്യ ഭാര്യ ഒരുത്തിൻ്റെ കൂടെ പോയില്ലേ എൻ്റെ കൂടെ, അതുപോലെ തന്നെ ഇവളും പോകും. പിന്നെ നീ നിൻ്റെ മേലുദ്യോഗസ്ഥന്മാരൊന്നും ഭാര്യനെ പരിചയപ്പെടുത്തണ്ട കേട്ടോ, നിൻ്റെ ഭാര്യ സുന്ദരിയാണെന്നൊക്കെ പറയാണ്. അപ്പോൾ ആകാശിനെ പിടിച്ച് തല്ലണൊക്കെ ഉണ്ട് മഹേഷ്. ആ സമയത്ത് ഇഷിത വരുമ്പോഴേക്കും ആ അടി പിടിയൊക്കെ അവിടെ നിർത്തുവാണ്. ശേഷം ഇഷിത പറയുന്നുണ്ട്, ഈ മാരേജ് കൊണ്ട് ഒരു കാര്യം ഉണ്ടായില്ല, ഞാൻ ഈ കല്യാണം കഴിക്കാൻ കാരണം തന്നെ ചിപ്പിയാണ്, ചിപ്പിന് എനിക്ക് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഈ വിവാഹം കഴിച്ചത്, വേസ്റ്റ് വിവാഹം എന്ന് പറയുമ്പോഴേക്കും, അതെ ഇപ്പം ചിപ്പി അവളെ മതി എന്ന് പറയാൻ കാരണം എന്താ തന്നെ വേണ്ട, തൻ്റെ ഇഷ്ടം ഫേക്കാണെന്ന് അവൾക്ക് മനസ്സിലായി എന്ന് പറയാണ്. അങ്ങനെയാണെങ്കിൽ അവൾക്ക് പറയായിരുന്നല്ലോ, അപ്പം അച്ഛനും ഫേക്കാണെന്ന് മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ്. എന്തായാലും താൻ അധികം മിണ്ടാതിരിക്കുക, എനിക്ക് നഷ്ടമുണ്ടായി, ഈ വിവാഹം കൊണ്ട് എനിക്കും നഷ്ടം തന്നെയാണ് ഉണ്ടായത് മഹേഷ് പറയാണ്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ഇഷിതയെടുത്ത് രചന പറയുന്നുണ്ട്, ആകാശ് ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് എൻ്റെ മോളെ തിരിച്ചു കിട്ടിയല്ലോ, എല്ലാത്തിനും കാരണം ആകാശാണ്. എന്താ ആകാശത്തിൻ്റെ ട്വിസ്റ്റ്, ആകാശ് ചിപ്പിനെ വിളിച്ചുകൊണ്ട് ജഡ്ജിയെടുത്ത് പോണത് കണ്ടു, എന്താ സംഭവിച്ചത് ശരിക്കും ആകാശ് എന്ന് പറയുമ്പോൾ, നിനക്ക് വേണ്ടിയാണ് എന്ത് വേണമെങ്കിലും ചെയ്യല രചന, ഇപ്പോഴേ നിനക്ക് നിൻ്റെ മോളെ കിട്ടിയിരിക്കുന്നു, അതെ പക്ഷേ അരമണിക്കൂർ സമയം പറഞ്ഞിരിക്കുക, ആ അരമണിക്കൂറിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ, അരമണിക്കൂറിൽ എന്ത് സംഭവിക്കാനാ, വിധിയൊക്കെ എഴുതാൻ സമയം വേണ്ടേ, അതിനാണ് ഈ അരമണിക്കൂർ എന്ന് പറയാട്ടോ. അപ്പോൾ രചനക്ക് സന്തോഷമാവുന്നുണ്ട്. എപ്പിസോഡ് ഇത്രേ ഉണ്ടായുള്ളൂ, ഇനി നാളത്തെ പ്രൊമോ ആണ്. നാളത്തെ പ്രൊമോയിൽ അരമണിക്കൂറിൽ എന്തോ സംഭവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രചനയുടെ കൂടെ വിടുന്നൊന്നുമില്ല, രചന പറയുന്നുണ്ട്, എല്ലാം തോറ്റു തുന്നം പാടി, അവൾ തന്നെ ജയിച്ചു, മഹേഷും ജയിച്ചു എന്നൊക്കെ പറയാണ്. രചന ഇഷിതനെ വഴക്ക് പറഞ്ഞ സമയത്ത് സ്വപ്നവലി പറയുന്നുണ്ട്, എടി ഇതെൻ്റെ മരുമകളല്ല, എൻ്റെ മകളാണ് ഡോക്ടർ ഇഷിത, നിന്നെപ്പോലെ അല്ലേടി, മാനവ മര്യാദക്ക് ജീവിക്കുന്ന പെൺകൊച്ചാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിതനെ കൂട്ടിക്കൊണ്ട് സ്വപ്നവലി പോവാണ്. കൂടെ നമ്മുടെ ചിപ്പിയും ഉണ്ട്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുന്ന ഒരു പ്രൊമോ ആട്ടോ നാളത്തെ പ്രൊമോ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.